രണ്ടാമത്തെ ആനിവേഴ്സറിയും ഒറ്റയ്ക്ക് ആഘോഷിക്കേണ്ടി വന്നിട്ടുള്ള സങ്കടത്തിലായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ സ്വന്തമായിട്ട് കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിന് ശേഷമാണ് കേട്ടോ വീണ്ടും കേക്കിൻ്റെ പരിപാടി റീസ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. കേക്കൊക്കെ റെഡിയാക്കി വെച്ച് നേരെ ഉറങ്ങി. പിറ്റേ ദിവസം മോർണിംഗ് ആയിട്ട് നേരെ ക്ലിനിക്കൊക്കെ പോകണം. ഡ്യൂട്ടിയുള്ള ദിവസമാണ് ആനിവേഴ്സറി വന്നിട്ടുള്ളത്. ഓട്സാണ് മെയിൻ ബ്രേക്ക്ഫാസ്റ്റ്. ഇപ്പോൾ അത് ഓട്സും കഴിച്ചിട്ട് നേരെ ക്ലിനിക്കിൽ പോയി. പിന്നെ ക്ലിനിക്കിൻ്റെ വിശേഷമൊന്നും പങ്കുവെച്ചിട്ടില്ല. പെട്ടെന്ന് തന്നെ ക്ലിനിക്കിൽ നിന്ന് വന്നു. എന്നിട്ട് ഓൾറെഡി സ്പഞ്ച് റെഡിയാക്കിക്കൊണ്ട് തന്നെ ഇനി ബാക്കി ചെറിയ പണികളുള്ളൂ. ഫ്രോസ്റ്റിങ് ആദ്യം ബട്ടർ ഫ്രോസ്റ്റിംഗ് ആണ് ചെയ്തെടുത്തിട്ടുള്ളത്. അത് ക്രീം കോട്ട് ചെയ്തിട്ട് നേരെ ഫ്രിഡ്ജിൽ കയറ്റി. എന്നിട്ടൊന്ന് റിലാക്സ് ചെയ്തിരിക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഉള്ളിലാകെ ആദ്യം അതൊന്ന് ഫുള്ള് കഴിയാതെ മനസ്സിനൊരു സമാധാനം കിട്ടുന്നില്ല. 5-10 മിനിറ്റ് റെസ്റ്റ് ചെയ്തതിന് ശേഷം വീണ്ടും ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് ഫുൾ കോട്ടിങ് ചെയ്തെടുത്തു. ഒരുപാട് ഡിസൈൻ റെഫർ ചെയ്തിട്ട് ഒടുവിൽ ഈ ഒരു അളിഞ്ഞ ഡിസൈനാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഉമ്മ ഉണ്ടാക്കി വെച്ച ഫുഡും കഴിച്ച് നേരെ കിടന്നു. പിറ്റേ ദിവസം 20-ാം തീയതി കേക്കും കട്ട് ചെയ്ത് ക്ലിനിക്കും ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് രാവിലെ തന്നെ കേക്ക് കട്ട് ചെയ്യാനിരുന്നു കേട്ടോ. ക്ലിനിക്കുള്ളതും പാക്ക് ചെയ്തതിനു ശേഷം നേരെ ക്ലിനിക്ക് പോയി. അന്ന് രാത്രി സർപ്രൈസ് ആയിട്ട് എൻ്റെ ഹസ്ബൻഡ് അൺഎക്സ്പെക്റ്റഡ് ഗിഫ്റ്റ് കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. കേക്കും ഉണ്ടായിരുന്നു കേട്ടോ. വളരെയധികം ആഗ്രഹിച്ചൊരു ഗിഫ്റ്റ് ആയിരുന്നു അത്. അതെന്തായാലും കിട്ടിയതിൻ്റെ സന്തോഷം. കാരണം ഇത് എല്ലാവർക്കും ഒരുപാട് ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിലും ഇതുവരെ കയ്യിൽ കിട്ടി. ആ സന്തോഷത്തിൽ ചെറുതായിട്ടൊന്ന് സെലിബ്രേറ്റ് ചെയ്തു കേട്ടോ.